PCOD ഉള്ളവർ ഗർഭിണിയാവാൻ സാധിക്കുമോ? അടുത്തൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ് ഞാനൊരു നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ലൈവ് എക്സാമ്പിൾ ആണ്. എനിക്ക് PCOD ഉണ്ട്, അതേപോലെ തൈറോയിഡ് ഉണ്ട്. ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിലും PCOD തൈറോയിഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ വിട്ട് തൈറോയിഡ് ഒന്നും പോയിട്ടില്ല. പിന്നെ PCODയും സെക്കൻഡ് പ്രഗ്നൻസി, ചിലർ പറയും പ്രഗ്നൻസി ഡെലിവറിയോടുകൂടെ PCOD പോകുന്നതാണ്. അതെന്നെ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലും ചെറുതായിട്ടൊരു ട്രീറ്റ്മെൻറ്റ്, വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നുമല്ല, ചെറിയൊരു ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ചെറിയ എക്സസൈസും കാര്യങ്ങളും ചെയ്തിരുന്നു. ഫുഡ് കൺട്രോളും മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ. 2 കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കും ഏട്ടനും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഏജ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രഗ്നൻ്റ് ആവുമോ അതോ ജോലിക്ക് പോകണോ, ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി റിവീൽ വന്നത്. ഇപ്പോൾ 8 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഷോക്കിംഗ് ആയിട്ട് അറിയുന്നത് തന്നെ. PCOD ഉള്ളത് കൊണ്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഇവിടെ എൻ്റെ ഗൈനിക് ഡോക്ടർ സുനിത പവാർ എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് പോയിരുന്നു. ഇവൻ്റെ ഡെലിവറിക്ക് ശേഷം എന്താ പറയുക, കുറച്ച് ഫീഡിങ്ങും കാര്യങ്ങളും ആയതുകൊണ്ട് ആ സമയത്തൊന്നും ഫുഡ് കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്നു. ഞാനൊരു 20 kgs വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്നു. പിന്നെ കുറച്ച് ഫുഡ് കൺട്രോളും വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫീഡിങ്ങും ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ വെയിറ്റ് ഒക്കെ ലൂസ് ചെയ്തു. പ്രഗ്നൻ്റ് ആവുന്നതിന് ഞാൻ ലാസ്റ്റ് ഡിസംബറിലാണ് എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്തത്. പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് ഈ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ 8 വീക്സ് ഓൾറെഡി 7 വീക്സ് 4 days ഓൾമോസ്റ്റ് 8 വീക്സ് ആയിരുന്നു പ്രഗ്നൻസി കൺഫേം ചെയ്യുമ്പോൾ. ഈ ഡെലിവറി കൺഫർമേഷന് മുമ്പ് ഡിസംബറിലാണ് ഞാൻ കൺഫേം ചെയ്തത് ഡെലിവറി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം. അതിനു മുമ്പ് ഒരു 4 വീക്സ് ബിഫോർ ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് തൈറോയിഡ് നോർമലി ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, തൈറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്, കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ഒന്നും ആയില്ല, ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു ഡെഡിക്കേറ്റീവായിട്ട് എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് PCOD ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ടെസ്റ്റ് ചെയ്തപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ഓവറിൽ PCODയുടെ സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു PCOD ഉണ്ട്, ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എന്താ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ മാഡം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്ത് നോർമൽ വർക്ക് ലൈഫ് ബാലൻസ് എടുത്ത് പ്രഗ്നൻ്റ് ആവാം, അല്ലെങ്കിൽ ഞാൻ മെഡിസിൻ തരാം, മെഡിസിനിലൂടെ നമുക്ക് പീരീഡ്സ് ഓർഡർ ആക്കിയിട്ട് നമുക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യാം. കാരണം PCOD ഉള്ളവരുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ ഡേ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ട്രാക്കറൊക്കെ യൂസ് ചെയ്ത് എനിക്ക് ഇന്ന് പീരീഡ്സ് ആയി, ഇതിൻ്റെ ഇത്ര ഡേറ്റിനനുസരിച്ച് കലണ്ടർ നോക്കി ഓവുലേഷൻ ഡേ നോക്കി ചെയ്താലും നമ്മുടെ പീരീഡ്സ് ഒന്നും ആ ഓവുലേഷൻ ഡേ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ PCOD ഉള്ളവരുടെ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് PCOD തൈറോയിഡ് ഉള്ളവരൊക്കെ പീരീഡ്സ് കറക്റ്റ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ മെയിനായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടത് പീരീഡ്സ് കറക്റ്റ് ആയിരിക്കണം. 28th ഡേയിൽ കറക്റ്റ് സർക്കിളിൽ വരണം. അപ്പോൾ നമ്മുടെ ഓവുലേഷൻ ഡേ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കാം, കുറച്ച് എക്സസൈസും ലൈഫ് സ്റ്റൈലും ഒന്ന് മാറ്റി നോക്കാം എന്നുള്ളത് പറഞ്ഞു. ആദ്യം ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുക എന്നുള്ളതാണ്. കുറച്ച് നടക്കാൻ തുടങ്ങി. രാത്രി ഒരു അരമണിക്കൂർ, അധികമൊന്നുമില്ല കേട്ടോ, ആ അരമണിക്കൂറാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഒറ്റയടിക്ക് ഒരുപാട് ചെയ്യണമെന്നൊന്നുമില്ല. PCOD ഉള്ളവരും പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേശ്ശെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ നോക്കാം. ഒരുമിച്ചിട്ട് എന്തായാലും നമ്മളെ കൊണ്ട് മാറ്റാനും സാധ്യതയില്ല. കുറച്ചുകൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. ഫ്ലാറ്റിന് ചുറ്റും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് നടക്കാൻ തുടങ്ങി. അതിനുശേഷം ചെറുതായിട്ട് യോഗകൾ ചെയ്തു തുടങ്ങി. ഒരു 45 മിനിറ്റ്സിൻ്റെ യോഗ ഡെയിലി ചെയ്യാൻ തുടങ്ങി. 1-2 മാസമേ ഞാൻ ചെയ്തുള്ളൂ. സത്യം പറഞ്ഞാൽ 2 മാസം കൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ് സത്യം. ഓഗസ്റ്റിലോ സെപ്റ്റംബറിൽ ഞാൻ യോഗ തുടങ്ങി. ഒക്ടോബർ നവംബർ കഴിയുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ് വാസ്തവം. എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക നിങ്ങൾ. കാരണം ഒരുപാട് ജിമ്മിൽ പോയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വീട്ടിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് ഒരു ഫിസിക്കൽ എക്സസൈസ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുക. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ജങ്ക് ഫുഡുകൾ ഒരുപാട് ഒഴിവാക്കാം. കഴിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല, കഴിക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മന്ത്ലി വൺസ് പുറത്തുനിന്ന് കഴിക്കണം തോന്നി കഴിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ല സ്നാക്സ് കഴിക്കണം തോന്നി കഴിക്കാം. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും പുറത്തുനിന്ന് കഴിക്കുന്നതിനും. പുറത്തുനിന്ന് ഉണ്ടാക്കി കഴിക്കാതെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഹോട്ടൽ ഫുഡിനോട് അഡിക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മറ്റേ ജങ്ക് ഫുഡിനോട് അഡിക്റ്റ് ആയിരിക്കും. എപ്പോഴെങ്കിലും കഴിക്കാം, അത് നമ്മുടെ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ
ഒരുപാട് എക്സ്ട്രീം ലെവലിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിരുന്നു. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾഡ് വെയിറ്റ് ആയിരുന്നു. വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ മാം പറഞ്ഞിരുന്നു എന്നോട് വെയിറ്റ് കുറയ്ക്കണം കുറച്ചെന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പ്രഗ്നൻസിക്ക് സമയത്ത് ഞാൻ പോകുമ്പോൾ എൻ്റെ BMI വെച്ചിട്ട് എൻ്റെ ഹൈറ്റും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് കറക്റ്റ് വെയിറ്റ് ആയിരുന്നു. വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ശരീരത്തിന് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അധികം കൊടുത്തത് എൻ്റെ ശരീരത്തിന്. അതെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാവും. ഞാൻ ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ ഫുഡ് കൺട്രോൾ, പിന്നെ ഈ പറഞ്ഞ പോലെ എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഒരു ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കലോറീസിനനുസരിച്ചുള്ള ഫുഡ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതൊരു സംഭവമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ന് പറയുന്നത്. PCOD ഉള്ളവർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ, പിന്നെയും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലാണ്. PCOD തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ മൂഡ് സ്വിങ്സും, ദേഷ്യം വരിക, കരച്ചിൽ വരിക, എന്തിനാ കരയുന്നത്, എന്തിനാ ദേഷ്യം വരുന്നത്, എന്തിനാ റീസൺ ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഇതൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ എക്സസൈസ് നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പേ നമ്മൾ വെയിറ്റ് ഒക്കെ നോർമലാക്കി ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ലൊരു പ്രഗ്നൻസിക്ക് ചെയ്യാന്നുള്ളത് എൻ്റെ PCODയിലുള്ള എക്സ്പീരിയൻസ്. PCOD ഉള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ഉണ്ടെന്ന് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. സ്മോൾ എക്സസൈസസ്, ഫുഡ് കൺട്രോൾ ചെറുതായിട്ട്, അതേപോലെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, എത്രത്തോളം നമ്മുടെ PCODയുടെ ലെവൽ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. കാരണം അതിൻ്റെ സൈസ് നമുക്ക് അറിയാൻ പറ്റും. വലുതാണോ, ഒരുപാട് വലുതാണോ, നോർമൽ ആണോ എന്നുള്ള രീതിയിലൊക്കെ. ചിലർക്ക് ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഞാൻ ചെയ്തത്. അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം സുനിത എന്ന് പറഞ്ഞ മാമിൻ്റെ അടുത്ത് തന്നെയാണ് പോയത്. ഇപ്പോൾ Cloud9 അവർ ബാംഗ്ലൂരിലെ Cloud9 വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരാവശ്യമുള്ള ടിപ്സൊക്കെ പറഞ്ഞുതരും. ക്ലാസിൻ്റെ താഴെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എക്സസൈസും സംഭവങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിരുന്നു. ഈ വട്ടം എന്നോട് എല്ലാം എക്സസൈസ്, വാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. സ്ക്വാട്സ് പോലുള്ളതും വാക്കിങ്ങും എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വേണ്ട എല്ലാ സംഭവങ്ങളും പറയും. കാരണം PCOD ഉള്ളവരുടെ ഒരു നോർമൽ പ്രഗ്നൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ നോർമൽ പ്രഗ്നൻസി. PCOD തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ കാരണം കോംപ്ലിക്കേഷൻസ് അധികമായിരിക്കും. ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് മാറ്റിക്കൊണ്ടിരിക്കണം. ഈവൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡോ കാര്യങ്ങളോ കഴിക്കാതിരിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ PCOD എക്സ്പീരിയൻസ് ഇതാണ്. PCOD ഉള്ള സമയത്ത് പ്രഗ്നൻ്റ് ആയ എക്സ്പീരിയൻസ് ഇതാണ്. ഈവൻ അപ്പോൾ ആരും വിഷമിക്കരുത്. PCOD ഉള്ള ആൾക്കാരാണെങ്കിലും തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിലും ഒരു ലൈവ് എക്സാമ്പിൾ ആണ് ഞാൻ. എനിക്ക് തോന്നി ഈ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അടുത്ത്. ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും, എനിക്ക് PCOD ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആവില്ലല്ലോ എന്നുള്ളത്. ആ ഒരു ടെൻഷനേ വേണ്ട. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാവും. സോ ഗർഭിണിയായവർക്കും ഗർഭിണിയാവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം, യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയും നല്ല നല്ല ടോപ്പിക്സ് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.